ഗൈസ് ഞാനങ്ങനെ അസസ്മെൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. വിൽ ഷെയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ. ഓക്കെ, കണ്ണാട് ശ്രദ്ധിച്ചിട്ട് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എയർ ഇന്ത്യയിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇപ്പം എയർ ഇന്ത്യയിലെ ഇൻ്റർവ്യൂ ഓൺലൈൻ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വെച്ചെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 2 റൗണ്ട്സാണ് നമുക്കുള്ളത്. ഇപ്പോഴത്തെ പോലെ 4 റൗണ്ടൊന്നും ഇല്ലായിരുന്നു. ആകെ 2 റൗണ്ട് ഉള്ളായിരുന്നു. അതിൽ ഫസ്റ്റത്തെ റൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് സ്പീക്കിംഗ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോഷ്യൽ അതിൽ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചെക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. 60 മിനിറ്റ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദി പാസഞ്ചർ ആസ്ക് ഫോർ വാട്ടർ, വാട്ട് ഡു യു സേ ആൻഡ് വാട്ട് ഡു യു ഡു നെക്സ്റ്റ്. 60 മിനിറ്റ്സ് നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂറിങ് ബോർഡിംഗ് യു നോട്ടീസ് എ ക്യാരി ഓൺ ബാഗ് ബ്ലോക്കിംഗ് ദി ഐലാൻഡ് ആൻഡ് എ പാസഞ്ചർ ലുക്സ് കൺഫ്യൂസ്ഡ്. Explain what do you do say to the passenger and what steps you would take to keep the aisle clear and help them store the bag safely. ഇതാണ് ക്വസ്റ്റ്യൻ. ഈസി. 60 മിനിറ്റ്സ് കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ 90 മിനിറ്റ്സ് അയ്യോ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൺ എ ഫ്ലൈറ്റ് വാട്ട് ഡു യു സേ ടു ആസ്ക് പാസഞ്ചർ ടു സിറ്റ് ഡൗൺ ആൻഡ് ഫാസ്റ്റൻ ദി സീറ്റ് ബെൽറ്റ്. A passenger tells you they feel cold during a flight. What do you say and what would you offer to help them feel more comfortable? ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ്. Passengers tells you they feel sick and there is a turbulence. What steps do you take and what exact words do you say to keep the passengers calm and safe? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഇത് 90 സെക്കൻഡ്സിനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് യു ആർ എ ക്യാബിൻ ക്രൂ മെമ്പർ. വാട്ട് ഈസ് സേഫ്റ്റി ഐറ്റം ഡു യു ഷോ പാസഞ്ചേഴ്സ് ബിഫോർ ടേക്ക് ഓഫ് ആൻഡ് വാട്ട് ഡു യു സേ അബൌട്ട് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ പാസഞ്ചേഴ്സ് പോയിന്റ്സ് ടു ദി ഓവർ ഹെഡ് സൈൻ ദാറ്റ് സേസ് നോ സ്മോക്കിംഗ് ആൻഡ് ആസ്ക് വാട്ട് ഇറ്റ് മീൻസ്. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഇറ്റ് സിമ്പിൾ വേർഡ്സ് ആൻഡ് വാട്ട് ഡു യു ആസ്ക് ദെം പാസഞ്ചേഴ്സ് ടു ഡു. ക്വസ്റ്റ്യൻ അല്ലേ. ലാസ്റ്റ് 90 മിനിറ്റ്സ് കുറച്ച് ക്രൂഷ്യലായിരുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് ചോദിച്ചത്. പിന്നെ മിഡിൽ റൗണ്ട് എന്നൊരു മിഡിലല്ല, ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരു പാരഗ്രാഫ് റീഡിങ് കൊണ്ടുണ്ടായിരുന്നു. അതെന്തോ ഒരു 3-4 പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അത് നമ്മൾ 90 സെക്കൻഡ്സിൽ റീഡ് ചെയ്താൽ മതി. പറയുന്ന ചെറിയ ചെറിയ പാരഗ്രാഫ് ആയിരുന്നു. ഒരു 3-4 പാരഗ്രാഫ് ആയിരുന്നു. അത് ജസ്റ്റ് നല്ല ഫ്ലുവൻസിയിൽ നല്ല ലൗഡിൽ വായിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അത് പ്രശ്നമില്ലാതെ വായിച്ചു. അത് പ്രശ്നം നല്ല ഈസി ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന സിമ്പിൾ വേർഡ്സുള്ള പാരഗ്രാഫാണ്. പിന്നെ ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ Q&A ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റത്തെ റൗണ്ടിൽ അവർ ചോദിക്കുന്നത് കുറച്ച് ഇത് GK ക്വസ്റ്റ്യൻസ് പോലെ, ഫ്ലൈറ്റിൽ നടക്കുന്ന GK ക്വസ്റ്റ്യൻസ് പോലെയാണ് കസ്റ്റമർ ചോദിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ റൗണ്ടിലെ ക്വസ്റ്റ്യൻസിൻ്റെ ചോദിക്കുന്നത് കുറച്ച് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് അവരെന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫ്ലൈറ്റിലെ ഫസ്റ്റത്തെ മെറിറ്റിൽ ക്യാബിൻ ഗ്രൂപ്പ് 5000 വെച്ച് സാലറി കിട്ടി, 5000 വെച്ച് സാലറി കിട്ടി. അപ്പോൾ എത്ര 1 മന്ത് കഴിഞ്ഞല്ല 12 മന്ത്സ് കഴിയുമ്പോൾ എത്രയായിരിക്കും സാലറി എന്ന് അതൊന്ന് ജസ്റ്റ് ആലോചിച്ചിട്ട് പെട്ടെന്ന് അവിടെ ഓപ്ഷൻസ് ആണ്, 4 ഓപ്ഷൻസ് കാണും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ ഇതാക്കി കൊടുത്താൽ മതി. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നോർമൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചത് 1 o'clock ഫ്ലൈ ചെയ്തു, എന്നിട്ട് 2:30 അപ്പോൾ റീച്ച് ചെയ്തു. അപ്പോൾ ടോട്ടലി എത്ര അവേഴ്സാണ് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതവിടെ ഓപ്ഷൻസ് ആണ് 1, 2, 3, ഒരു 3, 2 അങ്ങനെയൊക്കെ പറഞ്ഞ 4 ഓപ്ഷൻസ് ആണ്. അതിൽ നമുക്കൊന്ന് ടെസ്റ്റ് ഓർഡിനറി ക്വസ്റ്റ്യൻസ് പോലെ നമുക്ക് ടെസ്റ്റ് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അതെന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. പിന്നെ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെന്താ മേ ബി ഹോപ്പ്ഫുള്ളി റെഡി ആവും. അത്രേ ഉള്ളൂ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ അതിനോട് കൂടുതൽ ചോദിക്കൊന്നുമില്ല. അപ്പം ശരി, ബൈ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു സെക്കൻഡ്. ബൈ.
ഇനി നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ടു സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റിൽ കൂടി എന്നെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോസായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണോ, ഇൻ്റർവ്യൂ വീഡിയോസ് വേണോ, ഇൻ്റർവ്യൂ ടിപ്സ് വേണോ, എല്ലാം ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.